നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വലവിരിച്ച് പോലീസ്. നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ ചെയർമാൻ P. കൃഷ്ണദാസിനെതിരെ വീണ്ടും കേസ്. വിദ്യാർത്ഥികൾക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ കേസെടുത്തത് പഴയന്നൂർ പോലീസ്. മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ ചെയർമാനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യം. ജിഷ്ണുവിന്റെ മരണത്തിൽ അധികൃതരുടെ പങ്ക് വ്യക്തമായതോടെ ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യം ശക്തം. കോളേജിലെ പീഡനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നെഹ്റു കോളേജിൽ അനിശ്ചിതകാല സമരം തുടങ്ങി വിദ്യാർത്ഥികൾ. ചെയർമാൻ P. കൃഷ്ണദാസ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ സജീവമാക്കി അന്വേഷണ സംഘം. വിദ്യാർത്ഥി സമരം ഇന്റേണൽ മാർക്കിന്റെയും അച്ചടക്കത്തിന്റെയും പേരിലുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കുക, അക്കാദമിക് വിഷയങ്ങളിൽ മാനേജ്മെന്റ് ഇടപെടാതിരിക്കുക തുടങ്ങി 10ഓളം വിഷയങ്ങൾ ഉന്നയിച്ച് മർദ്ദിച്ചുവെന്ന് തെളിഞ്ഞതോടെ കോളേജിൽ ഇടിമുറിയുണ്ടെന്നതിന് സ്ഥിരീകരണമായെന്നും വിദ്യാർത്ഥി സംഘടനകൾ. വിധിയിൽ വീണ കുരുക്ക്. തമിഴക രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ച് അനധികൃത സ്വത്ത് കേസിൽ ശശികല കുറ്റക്കാരിയെന്ന് സുപ്രീം കോടതി വിധി. 2014 സെപ്റ്റംബറിലെ വിചാരണ കോടതി വിധി ശരിവെച്ച ഉത്തരവിൽ പ്രതികളോട് ഉടൻ കീഴടങ്ങാനും നിർദ്ദേശം. അധികാരം കൊതിച്ച ശശികലയ്ക്ക് വിധി ഒരുക്കി വയ്ക്കുന്നത് അഴികൾക്കുള്ളിലെ ശിഷ്ടകാലം. നിർണായക സുപ്രീം കോടതി വിധിയോടെ ശശികലയുടെ മുഖ്യമന്ത്രി പദമോഹത്തിന് അസ്തമയം. ശശികലയ്ക്ക് പുറമെ ജയലളിതയുടെ വളർത്തുമകൻ VN സുധാകരൻ, ബന്ധു ഇളവരശി എന്നിവരും ബംഗളൂരുവിലെ വിചാരണ കോടതിക്ക് മുമ്പാകെ 4 ആഴ്ചയ്ക്കകം കീഴടങ്ങണം. ശശികലയ്ക്ക് 10 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ആകില്ല. സുപ്രീം കോടതി വിധി പുറത്തുവന്നതോടെ കൂവത്തൂരിലെ റിസോർട്ടിൽ MLA-മാരുടെ കൂട്ടബഹളം. ശശികലയെ പിന്തുണച്ചിരുന്ന MLA-മാർ പുതിയ സാഹചര്യത്തിൽ കൂട്ടത്തോടെ കൂറുമാറുമെന്ന് നിഗമനം. സാഹചര്യം വിലയിരുത്താൻ പനീർശെൽവം ക്യാമ്പിന്റെ അടിയന്തര യോഗം. പട നയിക്കാൻ പളനിസ്വാമി. തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാൻ ഗവർണർക്ക് നിവേദനവുമായി AIADMK നിയമസഭാ കക്ഷി നേതാവ് എടപ്പാടി പളനിസ്വാമി. നിയമസഭ വിളിക്കും മുൻപ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യം. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ തനിക്കൊപ്പമെന്നും പളനിസ്വാമി. റിവ്യൂ ഹർജിയിൽ പ്രതീക്ഷയുണ്ടെന്ന് അണ്ണാ DMK നേതാവ് തമ്പിദുരൈ. പളനിസ്വാമിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നിൽ BJP ഇടപെടലുണ്ടെന്ന് കരുതുന്നില്ല. ശശികലയ്ക്കെതിരായ കോടതി വിധി OPS പക്ഷം ആഘോഷിച്ചത് ശരിയായില്ലെന്നും തമ്പിദുരൈ. അതേസമയം സുപ്രീം കോടതി വിധിയിൽ നീതി നടപ്പാക്കുമെന്ന് ശശികല. പനീർശെൽവത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അമ്മയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താനും യാതനകൾ അനുഭവിച്ചിരുന്നതായും ചിന്നത്തലവി. ശശികല പരപ്പന അഗ്രഹാര ജയിലിൽ ഉടൻ കീഴടങ്ങുമെന്നും സൂചന. സമാധാനം സംരക്ഷിക്കും. അക്രമ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന് സമവായം. കണ്ണൂരിനെ സംഘർഷരഹിത ജില്ലയാക്കി മാറ്റാൻ കഴിയുമെന്ന് പിണറായി. മുമ്പ് നടന്ന സമവായ ശ്രമങ്ങൾക്ക് വിപരീതമായി സർവകക്ഷി യോഗത്തിനെത്തിയ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നെന്നും വിശദീകരണം. ജില്ലയിൽ ആയുധങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ തുടരും. പ്രതികളെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിൽപ്പെട്ട് മടങ്ങിപ്പോകാൻ പാടില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസായി മാറണമെന്നും നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കണ്ണൂരിൽ ചേർന്ന യോഗത്തിൽ CPM-ന്റെയും BJP-യുടെയും മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2740 രൂപ, പവൻ 22,920 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ.